بسم الله الرحمن الرحيم. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 968 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് വളരെ പതിഞ്ഞ സ്വരത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി വരുന്നത്. സക്കരിയ അലൈഹിസ്സലാമിന് തീർത്തും അവിശ്വസനീയമായി തോന്നിയ വിധത്തില് അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന്റെ പത്നി വന്ധ്യയാണ് എന്ന അവസ്ഥ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന് അള്ളാഹു ഒരു പുത്രനെ നൽകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ലഭിക്കുന്നത്. അത് എങ്ങനെയാണ് പ്രയോഗത്തിൽ വരിക എന്നതിനെ കുറിച്ച് വലിയ ആശ്ചര്യത്തിലും അതുപോലെ തന്നെ അവിശ്വസനീയതയിലുമായിരുന്നു യഥാർത്ഥത്തില് സക്കരിയ അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് റബ്ബെ നീ ഇത് നിർവഹിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അള്ളാഹുവിന് നൽകുന്ന മറുപടി ഹുവ അലയ്യ ഹയ്യിനുൻ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്, ലളിതമാണ് എന്നാണ്. എന്നിട്ട് അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു യുക്തിയാണ് തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായത്. വഖദ് ഖലഖ്തുക മിൻ ഖബ്ൽ വലം തകു ശൈഅ, നീ ഒന്നുമായിരുന്നില്ലാത്തൊരു ഘട്ടത്തിൽ നിന്നെ നാം സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്, അതേക്കാളൊന്നും അത്ഭുതം ഇതിൽ അടങ്ങിയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് സക്കരിയ അലൈഹിസ്സലാം താൻ ഒരു സന്താന ലബ്ധി കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഒരു ലക്ഷണം, ഒരു അടയാളപ്പെടുത്തല് അല്ലെങ്കിൽ അതിന്റെ ഒരു ദൃഷ്ടാന്തം എനിക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. അള്ളാഹു അതിന് നൽകുന്ന മറുപടി ആയത്തുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സബിയ്യ, ഈ സന്തോഷ വാർത്ത പുലരാൻ പോകുന്നു എന്നതിനുള്ള ദൃഷ്ടാന്തമായിട്ട് താങ്കൾക്ക് 3 നാള് തുടർച്ചയായിട്ട് സംസാരിക്കാൻ കഴിയാത്ത, ജനങ്ങളോട് മിണ്ടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അതിനെ തുടർന്നാണ്
മിഹ്റാബിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ജനങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് അദ്ദേഹം ഈ സന്തോഷ വാർത്ത അവരുമായിട്ട് പങ്കുവെക്കുന്നു. ആ സന്തോഷം പങ്കുവെക്കുന്നത് ആംഗ്യ ഭാഷയിലാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. പ്രഭാത വേളയിലും പ്രദോഷ വേളയിലുമായിട്ട് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊള്ളുക എന്നാണ് അദ്ദേഹം ആ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ട് ആംഗ്യഭാഷയിൽ അവരോട് ആവശ്യപ്പെടുന്നത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു യഹ്യ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പത്നി ബൈബിൾ പരാമർശിക്കുന്ന വിധത്തില് എലിസബത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ സ്ത്രീ ഗർഭിണിയാവുകയും സമയമായപ്പോ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയൊക്കെ ചെയ്തു എന്ന വിശദാംശങ്ങളൊന്നും തന്നെ അള്ളാഹുവിടെ പറയുന്നില്ല. മറിച്ച് യഹ്യ അലൈഹിസ്സലാം എന്ന സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ വളർന്ന് മുതിർന്ന ഒരു ആളായിട്ട് മാറുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് തുടർന്ന് ഇവിടെ പരാമർശിക്കുന്നത്. ബാക്കി ആളുകൾക്ക് ആലോചിക്കാവുന്നതും ചരിത്ര ഗവേഷണം നടത്തിക്കൊണ്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളാണ് എന്നുള്ള നിലക്ക് വിട്ടുകളഞ്ഞ വിധത്തിലാണ്. യാ യഹ്യ ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഭാഗം ഇന്ന് നമ്മൾ വായിച്ച് വെച്ച ഭാഗം യഹ്യ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട്, ഓ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ, വേദഗ്രന്ഥത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇതാണ് നൽകപ്പെടുന്ന നിർദ്ദേശം. സക്കരിയ അലൈഹിസ്സലാമിന് പ്രവചിക്കപ്പെട്ട വിധത്തില് നേരത്തെ നൽകപ്പെട്ട സന്തോഷ വാർത്ത പുലരുന്ന വിധത്തില് ഒരു പുത്രനുണ്ടായി. ആ പുത്രൻ യഹ്യ എന്ന പേര് നൽകപ്പെട്ടു ആ പുത്രൻ അവർക്കിടയില് എല്ലാവർക്കും വലിയ സന്തോഷം പകർന്നുകൊണ്ട് വളർന്നു വന്നു. അങ്ങനെ മുതിർന്ന ഒരാളായി മാറിയ ഘട്ടത്തിൽ അള്ളാഹു യഹ്യ അലൈഹിസ്സലാമിനെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു സംഭാഷണം അദ്ദേഹവുമായി നടത്തിയ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതുവരെയുള്ള ഒരുപാട് വിശദമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ആ വിശദാംശങ്ങളൊന്നും അള്ളാഹു ഇവിടെ നൽകുന്നില്ല. ആ സംഗതികൾക്ക് സ്വാഭാവികമായ നിലക്കുള്ള പ്രസക്തിയൊക്കെയാണ് ഉണ്ടാവുക. യഹ്യ അലൈഹിസ്സലാമിനെ ഏറ്റവും ശ്രദ്ധേയനാക്കുന്ന, ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയ ഇടം നൽകുന്ന ചില കാര്യങ്ങൾ പിന്നീട് അരങ്ങേറുന്നത് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവദൂതനായിട്ട് പിന്നീട് രംഗത്ത് വരുന്നു എന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈസ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് യഹ്യ അലൈഹിസ്സലാമിന്റെ ജനനം. അപ്പൊ ഇരുവരും സക്കരിയ അലൈഹിസ്സലാമിന്റെ പുത്രൻ യഹ്യ അലൈഹിസ്സലാമും മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാമും ഒരു കുടുംബ ബന്ധുക്കളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സക്കരിയ അലൈഹിസ്സലാമിന്റെ പത്നി എലിസബത്തിന്റെ സഹോദരിയാണ് മറിയം റളിയല്ലാഹു അൻഹ, കന്യാമറിയം. കന്യകയായിരിക്കെ തന്നെ അള്ളാഹു അവരിലൊരു സന്താനത്തെ സൃഷ്ടിക്കുകയും അവര് പ്രസവിച്ച് ആ കുഞ്ഞിന് ഈസ എന്ന് പേര് നൽകപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. ഈ 2 ആളുകളും വളരെ അടുത്തടുത്ത കാലത്തായിട്ട് അവരുടെ കുട്ടിക്കാലം, അവരുടെ ബാല്യം ഒരുമിച്ച് ചെലവഴിക്കുന്ന വിധത്തിലാണ്
ആ ഭൂപ്രദേശത്ത് മസ്ജിദുൽ അഖ്സ ഒക്കെ നിലകൊള്ളുന്ന ജെറുസലേം പ്രദേശത്ത് വളർന്നു വരുന്നത്. അങ്ങനെ വളർച്ചയുടെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് അള്ളാഹു യഹ്യ അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ, വേദഗ്രന്ഥത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, ശക്തി പൂർവം അതിനെ കയ്യേൽക്കുക. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ബനൂ ഇസ്രായേൽ സമൂഹത്തില് തുടരെ പ്രവാചകന്മാർ വന്നിരുന്നെങ്കിലും ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും തൗറാത്തിന്റെ അധ്യാപനങ്ങളിൽ ഊന്നിക്കൊണ്ട് സമൂഹത്തെ മാർഗദർശനം ചെയ്യുക എന്നതായിരുന്നു നൽകപ്പെട്ടിരുന്ന ചുമതല. ഒരാൾക്ക് പുറകിലായി മറ്റൊരാള് വരുന്ന വിധത്തിൽ പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ വരുന്നുണ്ട്. അപ്പോ മിക്ക പ്രവാചകന്മാരും ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നിട്ടുള്ള മിക്ക പ്രവാചകന്മാരും നേരത്തെ മൂസ അലൈഹി ഇസ്ലാം മുഖേന നിർവഹിക്കപ്പെട്ട ദൗത്യത്തിന്റെ പൂർത്തീകരണവും അതിന്റെ നൈരന്തര്യവും ഒക്കെ നിർവഹിക്കുന്നവരായിട്ടാണ് ഉണ്ടായിരുന്നത്. തൗറാത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ജീവിതം പുനഃക്രമീകരിക്കാനും ശരിപ്പെടുത്താനും അവർക്ക് വന്നു ചേർന്നിട്ടുള്ള വ്യതിചലനങ്ങളിൽ നിന്ന് അവരെ ശരിയായ മാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒക്കെയാണ് ഈ പ്രവാചകന്മാര് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ യഹ്യ അലൈഹി ഇസ്ലാമും നിർദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കാനാണ്. ഖുദിൽ കിതാബ ബിഖുവ്വ, തൗറാത്താണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന കിതാബ്. അതിനെ ദൃഢതയോടുകൂടി കൈക്കൊള്ളാൻ, കയ്യേൽക്കാൻ ആണ് നിർദ്ദേശം. യഹ്യ വേദഗ്രന്ഥത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഖുദിൽ കിതാബ ബിഖുവ്വ, ഖുവ്വത്തോടുകൂടി, ശക്തിയോടുകൂടി വേദഗ്രന്ഥത്തെ കയ്യേൽക്കുക, വേദഗ്രന്ഥത്തെ ശക്തമായി പിടിക്കുക എന്നാണ് ഇവിടെ നൽകുന്ന നിർദ്ദേശം. ഒരു പുസ്തകം കയ്യിൽ മുറുക്കി പിടിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് വ്യക്തമാണ്. തൗറാത്തിലെ നിർദ്ദേശങ്ങൾ, അധ്യാപനങ്ങള് കരുതലോടെ, ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ പുലർത്തുകയും പഠിപ്പിക്കുകയും സമൂഹത്തെ ആ മാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന പ്രയത്നങ്ങളിൽ ഏർപ്പെടാനാണ് അള്ളാഹു യഹ്യ അലൈഹിസ്സലാമിന് നിർദ്ദേശം നൽകുന്നത് എന്ന് ഈ ആയത്തിന്റെ സൂചനകളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് അള്ളാഹു യഹ്യ അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ടായിരുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളിൽ ചിലതിനെ പരാമർശിക്കുകയാണ് ഇവിടെ. ആതൈനാഹു, നാം അദ്ദേഹത്തിന് കനിഞ്ഞു നൽകുകയുണ്ടായി, അൽ ഹുക്മ സബിയ്യ, ഒരു പൈതലായിരിക്കെ തന്നെ, ചെറിയൊരു കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് നാം ഹുക്മ് നൽകുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഹുക്മ് എന്ന വാക്ക് ഹിക്മത്തുമായി ബന്ധപ്പെട്ടതാണ്. പക്വതയും പാകതയും ദിശാബോധവും കാര്യങ്ങളെ പ്രാപ്തിയോടുകൂടി ചെയ്യാനുള്ള കഴിവും അതിനു വേണ്ട പ്രായോഗിക ജ്ഞാനവും ഇതൊക്കെ അടങ്ങിയതാണ് ഹുക്മ്. അപ്പോ ഒരു പൈതലായിരിക്കെ തന്നെ, ഒരു കുഞ്ഞായിരിക്കെ തന്നെ അദ്ദേഹത്തിന് നാം വേണ്ട ഹിക്മത്ത് അല്ലെങ്കിൽ ഹുക്മ് നൽകുകയുണ്ടായി. പക്വതയും ദിശാബോധവും കർത്തവ്യബോധവും പ്രായോഗിക ബോധവും ഒക്കെ നൽകിക്കൊണ്ട് എന്തിനും യോഗ്യതയുള്ള ഒരാളായിട്ടാണ് കൊച്ചുനാളിൽ തന്നെ യഹ്യ അലൈഹിസ്സലാം വളർന്നു വന്നത് എന്ന് ചുരുക്കം. ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പാകതയും അതുപോലെ കാര്യബോധവും കാര്യശേഷിയും പ്രായോഗിക ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് യഹ്യ അലൈഹിസ്സലാം.
ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും നൽകപ്പെട്ടിരുന്ന, അള്ളാഹുവിന്റെ കരുതലിൽ വളർത്തപ്പെട്ട, എല്ലാ കാര്യങ്ങളിലും പക്വതയോടുകൂടി പ്രായോഗിക ബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്ന ആളാണ് യഹ്യ അലൈഹിസലാം എന്നാണ് സൂചന. വഹനാനം മില്ലതുന്ന, അതിനു പുറമെ നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു സ്നേഹവായ്പ് അല്ലെങ്കിൽ ആർദ്രത ഒക്കെയാണ് യഹ്യ അലൈഹിസ്സലാം. യഹ്യ അലൈഹിസ്സലാം ഇടപഴകിയിരുന്ന ആളുകള്, വിശേഷിച്ച് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള്, കുടുംബത്തിലെ ഇതര അംഗങ്ങള്, ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ പൊതുജനം, ജനസാമാന്യം, ഇവരോടൊക്കെ തന്നെ വളരെ വലിയ ആർദ്രതയോടും സ്നേഹത്തോടും കൂടി വർത്തിക്കാൻ കഴിയുന്ന ഒരു കഴിവും സ്വഭാവപരമായ പ്രത്യേകതകളും അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വഹനാനം മില്ലതുന്ന, രണ്ടു നിലക്ക് ഇതിനെ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാമിനും പത്നി എലിസബത്തിനും നൽകിയിട്ടുണ്ടായിരുന്ന ആ കനിവ്, സ്നേഹം, ആർദ്രത, അതിന്റെ പ്രത്യക്ഷ രൂപമായിരുന്നു യഹ്യ അലൈഹിസ്സലാം എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്ന് ഈ സക്കരിയ എലിസബത്ത് ദമ്പതികൾക്ക് നൽകപ്പെട്ട ഒരു സ്നേഹാർദ്രതയായിരുന്നു യഹ്യ അലൈഹിസ്സലാം. അവരുടെ തേട്ടങ്ങൾക്കുള്ള ജവാബായിട്ട് അള്ളാഹു അവരോടുള്ള കരുണയും ആർദ്രതയും സ്നേഹവും ഒക്കെ ആയിട്ട് നൽകപ്പെട്ട ഒരു സമ്മാനം. ഇതാണ് ഒരു വായന. മറ്റൊരു വായന, യഹ്യ അലൈഹിസ്സലാമിന്റെ പ്രകൃതം അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും തുളുമ്പുന്നതായിരുന്നു എന്നതാണ്. അദ്ദേഹം മാതാപിതാക്കളോട്, നാട്ടുകാരോട്, തന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ആളുകളോട്, ബനൂ ഇസ്രായേൽ സമൂഹത്തോടൊക്കെ വലിയ കൃപയും കാരുണ്യവും സ്നേഹവും അലിവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് യഹ്യ അലൈഹിസ്സലാം എന്ന നിലക്കും കാണാം. ഒരു സ്നേഹത്തിന്റെ പ്രതീകം എന്നുള്ള നിലക്ക് തന്നെ അള്ളാഹു നൽകിയിട്ടുള്ളതായിരുന്നു സക്കരിയ അലൈഹിസ്സലാമിന് ഈ സന്താനത്തെ. വഹനാനം മില്ലതുന്ന, അതുപോലെ വസകാത്തൻ വകാന തഖിയ്യ, അദ്ദേഹം സക്കാത്തുമായിരുന്നു. ശുദ്ധീകരണം എന്നാണ് സക്കാത്തിന്റെ അർത്ഥം. മാനസികമായി ശാരീരികമായി ഒക്കെ ഒരാൾ കൈവരിക്കുന്ന, വിശ്വാസത്തിന്റെ പിൻബലത്തോടു കൂടി നേടുന്ന ആത്മീയമായ വിശുദ്ധി, സ്വഭാവപരമായ ശുദ്ധി, ഇതൊക്കെയാണ് സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ട, മാലിന്യങ്ങളിൽ നിന്നും മുക്തനായ, വിശുദ്ധിയുടെ ഒരു പ്രതീകം എന്ന നിലക്ക് തന്നെ കാണാവുന്ന ഒരു വ്യക്തിയായിരുന്നു യഹ്യ അലൈഹിസ്സലാം. എന്തെങ്കിലും നിലക്ക് കളങ്കമേറ്റ ഒരു വ്യക്തിയായിരുന്നില്ല. വ്യക്തിപരമായ എന്തെങ്കിലും ചാപല്യങ്ങളോ പോരായികകളോ അല്ലെങ്കിൽ പിഴവുകളോ ദൂഷ്യങ്ങളോ എടുത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കറകളഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സക്കാത്തായിരുന്നു അദ്ദേഹം. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വസകാത്തൻ വകാന തഖിയ്യ, അദ്ദേഹം തഖിയ്യുമായിരുന്നു. തഖ്വയുടെ മറ്റൊരു രൂപമാണ് തഖിയ്യ എന്ന് പറയുന്നത്. തഖ്വ ഉടയവൻ ആയിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനിൽ വേറെയും ചിലയിടത്ത് ഈ വാക്ക് വരുന്നുണ്ട്. ഇൻ കുന്ത തഖിയ്യ എന്ന് മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന മാലാഖയോട്, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മറിയം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നീ തഖിയാണെങ്കിൽ, ദൈവഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള, നേരും നെറിയും നോക്കുന്നവനായ ഒരുത്തനാണ് നീ എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കാണാം. തുടക്കത്തില് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖ ഒരു പുരുഷനാണ്, ഒരു മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ച അവസ്ഥയിലാണ് മറിയം റളിയല്ലാഹു അൻഹ ആ വിധത്തിൽ സംസാരിക്കുന്നത് എന്നത്
ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഒരു പുരുഷൻ എന്നുള്ള നിലക്ക്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് എല്ലാ വിധത്തിലുള്ള ധാർമ്മിക സദാചാര മൂല്യങ്ങളും പുലർത്തിപ്പോരുന്ന, ജീവിതത്തിലുടനീളം ശ്രദ്ധയും സൂക്ഷ്മതയും പാലിച്ച ഒരാളായിരുന്നു ജക്കരിയ അലൈഹിസ്സലാം എന്നതാണ്. അദ്ദേഹം ഒരു തഖിയായിരുന്നു. എല്ലാ നിലക്കും സ്വഭാവപരമായ ശ്രദ്ധയും പൂർണതയും ഒക്കെയുള്ള നല്ല തഖ്വ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുപോലെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിച്ച, ആത്മശുദ്ധി നിലനിർത്തിയ ഒരു വ്യക്തിയായിരുന്നു, തഖിയുമായിരുന്നു. വബർറൻ ബിവാലിദൈഹി, മാത്രമല്ല വാർദ്ധക്യത്തിലാണല്ലോ സക്കരിയ അലൈഹിസ്സലാമിന് ഈ സന്താനം ഉണ്ടാവുന്നത്. സക്കരിയ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പത്നി, ബൈബിളിലെ സൂചന പ്രകാരം ഉള്ള എലിസബത്ത്, ഈ രണ്ടു പേരും വാർദ്ധക്യത്തിലെത്തിയ, വളരെ പ്രായം ചെന്ന ഒരവസ്ഥയിലായിരുന്ന ഘട്ടത്തിലാണ് അവർക്ക് ഈ ഒരു സന്താനം ഉണ്ടാവുന്നത്. എന്നാൽ തന്റെ മാതാപിതാക്കളെ ഒരു ഭാരമായിട്ട് കാണുകയോ അവരെ പരിചരിക്കുന്നത് ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസമായിട്ട് കാണുകയോ ഒന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല യഹ്യ അലൈഹിസ്സലാം. അദ്ദേഹം വബർറൻ ബിവാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് ഏറ്റവും ഉന്നതമായ വിധത്തിലുള്ള അവരെ പരിചരിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന, അതുവഴി പുണ്യം നേടിയിരുന്ന ഒരാളായിരുന്നു യഹ്യ അലൈഹിസ്സലാം. മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറിക്കൊണ്ട് അവർക്ക് ഏറ്റവും നല്ല പരിചരണങ്ങൾ നൽകിക്കൊണ്ട് അവരെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സക്കരിയ അലൈഹിസ്സലാം. വബർറൻ ബിവാലിദൈഹി, അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അദ്ദേഹം മാതാപിതാക്കളെ നന്നായി പരിചരിക്കുന്നവനായിരുന്നു എന്നാണ്. ബർറ് എന്ന വാക്ക് അതിന്റെ മറ്റൊരു രൂപം ബിർറ് എന്നാണ്. മാതാപിതാക്കളോട് ബിർറ് ചെയ്യുന്ന, മാതാപിതാക്കളോട് അവരുടെ പരിചരണത്തിലും അവരെ കെയർ ചെയ്യുന്നതിലൊക്കെ വലിയ പുണ്യം കണ്ടെത്തിയിരുന്ന, ഏറ്റവും ശ്രദ്ധയോടുകൂടി ആ കാര്യം നിർവഹിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വലം യഖുൻ ജബ്ബാറൻ അസിയ്യ, അദ്ദേഹം ഒരു താന്തോന്നിയായിരുന്നില്ല, ഒരു അനുസരണം കെട്ട, പൊരുത്തം കെട്ടവനുമായിരുന്നില്ല. ഇതാണ് തുടർന്ന് സൂചിപ്പിക്കുന്നത്. യഹ്യ അലൈഹിസ്സലാം ഒരു ജബ്ബാർ ആയിരുന്നില്ല. ജബ്ബാർ എന്നത് പോസിറ്റീവ് സെൻസിൽ ഒരേ ഒരിടത്താണ്, അല്ലെങ്കിൽ ഒരേ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അത് അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അള്ളാഹു അൽ ജബ്ബാറാണ്, സ്വേച്ഛാധിപതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വന്തം ഇഷ്ടം മറ്റൊന്നും പരിഗണിക്കാതെ നടപ്പിലാക്കാൻ കഴിയുന്നവനും നടപ്പിലാക്കുന്നവനുമാണ് ജബ്ബാർ എന്ന് പറയുന്നത്. മനുഷ്യർ അത്തരം ഗുണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അതൊരു നെഗറ്റീവായ സംഗതിയായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് മാത്രമാണ്, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് മാത്രമാണ് ജബ്ബാർ എന്ന പേര് യോജിക്കുക. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ അത്തരം സ്വഭാവം കാണിക്കുന്ന ആളുകളെ നമ്മൾ സ്വേച്ഛാധിപതി, ഏകാധിപതി, ഫാഷിസ്റ്റ് എന്നൊക്കെയാണ് പറയുക. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് യഹ്യ അലൈഹിസ്സലാം ഒരിക്കലും തന്നെ അങ്ങനെ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു താന്തോന്നിയായിരുന്നില്ല എന്നാണ്. ജബ്ബാർ ആയിരുന്നില്ല. മനുഷ്യന്റെ കാര്യത്തിൽ അതിന് യോജിച്ച ഒരു പദം ജബ്ബാർ എന്നതിന് താന്തോന്നി, സ്വേച്ഛാധിപതി എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു താന്തോന്നിയായിരുന്നില്ല അദ്ദേഹം. വലം യകുൻ ജബ്ബാറൻ അസിയ്യ. അസ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു എന്നാണ്. അസിയ് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്ന സ്വേച്ഛാധിപതിയായ, താന്തോന്നിയായ ഒരുവനായിരുന്നില്ല. മറിച്ച് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന, അവരോട് ഏറ്റവും നല്ല വിധത്തില് വർത്തിച്ചിരുന്ന
നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രതീകമായിരുന്ന ഒരാളായിരുന്നു യഹ്യ അലൈഹിസ്സലാം. ഒരിക്കലും തന്നെ എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുന്ന ഒരു പയ്യൻ എന്നൊരു ദുഷ്പേര് യഹ്യ അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പക്വതയും പാകതയും അതുപോലെ കാര്യബോധവും ഉത്തരവാദിത്വ ബോധവും പ്രായോഗിക ബോധവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് യഹ്യ അലൈഹിസ്സലാം. വിശുദ്ധി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. മാത്രവുമല്ല വലിയ ദൈവഭക്തിയും ദൈവഭയവും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്നത്. മാതാപിതാക്കളോട് അവർക്ക് പുണ്യം ചെയ്യുകയും എളിമ കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കലും ജബ്ബാറായിരുന്നില്ല. സ്വേച്ഛാധിപതികളും താന്തോന്നിത്വം കാണിക്കുന്നവരും ഒരിക്കലും എളിമ കാണിക്കില്ല. ഇവിടെ എളിമ കാണിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരിക്കലും ധിക്കാരം കാണിക്കുന്നവനായിരുന്നില്ല. ഇതാണ് യഹ്യ അലൈഹിസ്സലാമിന്റെ ബാല്യത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകത. തുടർന്ന് അല്ലാഹു പറയുന്നത് വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ. യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യ, അദ്ദേഹം പിറന്ന നാളിൽ അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ. വയൗമ യമൂതു, അദ്ദേഹം മൃതി അടയുമ്പോ അദ്ദേഹത്തിന് ആ നാളിൽ ശാന്തി സമാധാനം. വയൗമ യുബഅസു ഹയ്യ, അദ്ദേഹം പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന് സലാം, അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ. അള്ളാഹുവിന്റെ ആശംസയാണ് ഇവിടെ. ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ പറയപ്പെടുന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു ജീവിത സാഹചര്യത്തില് ജക്കരിയ അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലുണ്ടായ പുത്രൻ യഥാർത്ഥത്തിൽ അതൊരു സലാമായിട്ടാണ് അള്ളാഹു ആശംസിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ പിറവി ഏറ്റവും വലിയൊരു സമാധാനമായിട്ടാണ് ഇവിടെ ആശംസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണം യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ബൈബിളിലെ സൂചനകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അന്നത്തെ രാജാവ്, അന്നത്തെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ അധിപനായിരുന്ന ആള് റോമൻ സ്വാധീനത്തിൽ അകപ്പെട്ട് വല്ലാതെ ദുഷിച്ചു പോയ ഒരാളായിരുന്നു. ഹെറഡസ് എന്നാണ് അദ്ദേഹത്തിന് പരാമർശിക്കപ്പെട്ട് കാണുന്നത്. അദ്ദേഹം റോമൻ സംസ്കാരത്തിന്റെ സ്വാധീന വലയത്തിൽ പെട്ടുകൊണ്ട് യഹൂദ പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. വഴിവിട്ട ജീവിത രീതിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത്. വേണ്ട വിധത്തില് തൗറാത്തിന്റെ അധ്യാപനങ്ങളെ വിലമതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ വഴിവിട്ട ജീവിത രീതികളൊക്കെ ഉണ്ടായപ്പോ യഹ്യ അലൈഹിസ്സലാം താക്കീത് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തില് പ്രത്യേകിച്ച് അദ്ദേഹം തന്റെ സഹോദര പത്നിയെ തന്റെ കൂടെ പാർപ്പിക്കുകയും അവരുമായി അനാശാസ്യ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്തിരുന്നു എന്നതാണ് ഒരു സൂചന നൽകുന്നത്. അവരെ തന്റെ അന്തഃപുരത്തില് ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതും വഴിവിട്ട പല ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതും ഒക്കെയാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്ന ഒരു അഭിസാരികയായിരുന്നു ഒരു സ്ത്രീ. അത് ഈ സഹോദര ഭാര്യ തന്നെ ആവാനും സാധ്യതയുണ്ട്. അവരുടെ പ്രേരണയാൽ ഈ രാജാവ്, ഹെറഡസ് രാജാവ്, യഹ്യ അലൈഹിസ്സലാമിന്റെ അധ്യാപനങ്ങളെ വലിയ ശല്യമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ശത്രുത കാണിക്കുന്ന
ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുകയും യഹിയ അലൈഹിസ്ലാമിനെ പിടികൂടി ജയിലിൽ അടക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തില് ഈ അഭിസാരിക അണിയിച്ചൊരുക്കി തയ്യാറാക്കിയിട്ട് അവരുടെ പുത്രിയെ രാജാവിന്റെ മുന്നില് അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനത്തിന് നൃത്തം ചെയ്യിക്കുകയാണ്. നൃത്തം വളരെ ആകർഷകമായിട്ട് രാജാവിന് തോന്നുകയും രാജാവ് അവൾക്കൊരു വരം നൽകുകയും ചെയ്തു. നീ ആവശ്യപ്പെടുന്ന എന്തും നിനക്ക് സമ്മാനമായിട്ട് നൽകാം എന്നതായിരുന്നു രാജാവ് അവൾക്ക് നൽകിയ വരം. അവൾ രാജാവിനോട് ആവശ്യപ്പെട്ടത് ഈ സ്നാപക യോഹന്നാൻ എന്ന പേരില് അവർക്കിടയില് അറിയപ്പെടുന്ന ആളുകൾക്കിടയില് ധർമ്മം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ എന്ന് പറഞ്ഞാൽ യഹിയ അലൈഹിസ്ലാമിനെ അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചെടുത്ത് ഒരു താലത്തിൽ വെച്ച് തനിക്ക് നൽകണം എന്നതാണ് ആ നർത്തകി, ആ അഭിസാരികയുടെ പുത്രി രാജാവിന് വലിയ കൗതുകമുണ്ടാക്കിയ ആ സ്ത്രീ രാജാവിനോട് വരമായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു ദൗർബല്യമായി മാറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ യഹിയ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വഴിവിട്ട ജീവിതത്തെ വിമർശിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, ബത്സിച്ചുകൊണ്ട് ഒക്കെ സംസാരിക്കുന്നത് അദ്ദേഹം വലിയ ശല്യമായിട്ട് കാണുകയും യഹിയ അലൈഹിസ്സലാമിനെ പിടിച്ച് ജയിലിലിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അഭിസാരികയുടെ പുത്രിയുടെ താല്പര്യപ്രകാരം ആ യഹൂദ രാജാവ് യഹിയ അലൈഹിസ്സലാമിന്റെ ശിരസ്സറുത്ത് താലത്തിൽ വെച്ച് ഈ നർത്തകിക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട ഒരു പ്രവാചകനാണ് യഹിയ അലൈഹിസ്സലാം. പക്ഷെ അള്ളാഹുടെ പറയുന്നത് ഈ വാചകം വസലാമുൻ അലൈഹി യൗമ വുലിദ, അദ്ദേഹം പിറവിയെടുത്ത നാളിൽ അദ്ദേഹത്തിന് ശാന്തി സമാധാനം. വയൗമ യമൂത്തു, അദ്ദേഹം മൃതി അടയുന്ന നാളിൽ അദ്ദേഹത്തിന് സമാധാനം. വയൗമ യുബഅസു ഹയ്യ, വീണ്ടും അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന നാളിലും അദ്ദേഹത്തിന് സമാധാനം എന്നാണ്. നേരത്തെ ഈ വേദിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലുള്ള ആളുകൾ നിരന്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും പീഡനങ്ങൾക്ക് ഇരയാവുകയും ധാരാളം രക്തച്ചൊരിച്ചിലിന് വിധേയമാവുകയോ ഒക്കെ ചെയ്യുന്നത്? അള്ളാഹു അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാത്തത് എന്താണ് എന്നതാണ്. ഇവിടെ യഹിയ അലൈഹിസ്സലാം എന്ന ഈസ അലൈഹിസ്സലാമിന്റെ സമകാലികനും അദ്ദേഹത്തെക്കാൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ജനിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവായ ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും കാണാൻ കഴിയുന്നത് ഈ ഭൗതിക ജീവിതത്തിലെ അത്തരം അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ സഹായവും അതുപോലെ തൃപ്തിയും ഒക്കെ നേടാൻ സാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഐഹിക ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങള് വളരെ അപ്രസക്തവും വളരെ നിസ്സാരമായതുമാണ് എന്നതാണ്. ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടാവും, മുറിവേൽക്കുന്നുണ്ടാവും, രക്തച്ചൊരിച്ചിലുണ്ടാവുന്നുണ്ടാവും. പക്ഷെ ആളുകളുടെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്ന ഒരു സൂചനയല്ല അത്. മറിച്ച് അള്ളാഹുവിന്റെ ശാന്തി സമാധാനം ലഭിച്ച ആളുകൾ, വിജയത്തിന്റെ സന്തോഷ വാർത്ത നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരനുഭവങ്ങളൊന്നും അവര് അനുഭവിക്കുന്നില്ല, അറിയുന്നേ ഇല്ല എന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് അതൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നേ ഇല്ല എന്നതാണ് ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും അള്ളാഹു യഹിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് സലാമുൻ അലൈഹി, ശാന്തി അനുഭവപ്പെടുന്നത് അള്ളാഹു നമ്മിൽ സംതൃപ്തനാണ് എന്ന ബോധ്യം ഉണ്ടാവുമ്പോഴാണ്. സലാം അനുഭവപ്പെടുന്നത് അപ്പോഴാണ്. അള്ളാഹുവിന്റെ സമാധാനം നമ്മിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മില്
സംപ്രീതനാണ്, നാം അള്ളാഹുവിന്റെ മുന്നിൽ റളിയായി മാറിയിട്ടുണ്ട് എന്നതാണ് ഒരാൾക്ക് സലാം അനുഭവിക്കുന്നവനായി മാറാൻ കാരണമാകുന്ന സംഗതി. അപ്പൊ അദ്ദേഹം പിറവിയെടുത്ത നാളിൽ ശാന്തി സമാധാനം അദ്ദേഹത്തിന്, അതുപോലെ അദ്ദേഹം മൃതി അടയുന്ന നാളിൽ യൗമ യമൂത്തു, അദ്ദേഹം മരിച്ചു പോകുന്ന നാളിൽ അദ്ദേഹത്തിന് സമാധാനം, യൗമ യുബഅസു ഹയ്യ, അദ്ദേഹം പുനർജീവിപ്പിക്കപ്പെടുന്ന ഒരു നാളിൽ, പുനരുത്ഥാന നാളിൽ, അന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെപ്രാളപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഭീതിയിലകപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹം കൊച്ചുനാളിൽ തന്നെ, സ്വബിയായിരിക്കെ തന്നെ വലിയ ഹിക്മത്ത് ലഭിച്ച, തസ്കിയത്തോടു കൂടി ജീവിച്ച, ഹനാനായിട്ട് തഖിയായിട്ട് ഒക്കെ ജീവിക്കാൻ പറ്റിയ, മാതാപിതാക്കളോട് ബർറ് ആയിക്കൊണ്ട് നിലകൊണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും തന്നെ ജബ്ബാറും അസിയുമായിട്ടില്ല. ജബ്ബാറും അസിയുമായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഈ 3 മുഖ്യമായ ഘട്ടങ്ങളിലും സമാധാനം ലഭിച്ചവനായി മാറുമായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. യഹിയ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ആ കാലം, അദ്ദേഹം ഒരു യുവാവായിരിക്കെ തന്നെയാണ് കൊല ചെയ്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 30-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് അദ്ദേഹത്തിന് അള്ളാഹു ഈ ചുമതല ഏൽപ്പിക്കുന്നതും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ സത്യപാതയിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നതും ഒക്കെ. അതിനെ തുടർന്നാണ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ നർത്തകിയുടെ പ്രേരണയാൽ അദ്ദേഹം വധിക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ശിരസ് ഈ നർത്തകിക്ക് സമർപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു കാലയളവിലെ യഹിയ അലൈഹിസ്ലാം നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത് ഏറ്റവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ സാക്ഷ്യമാവുന്ന, അദ്ദേഹത്തിന് മനഃശാന്തിയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ ഒരു നേട്ടം തന്നെയായിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹിയ അലൈഹിസ്ലാമിന്റെ ആ ദൗത്യ നിർവഹണത്തിന്റെ നാളുകളിലേക്ക്, ആ ഘട്ടത്തില് അദ്ദേഹം ഏത് സ്വഭാവക്കാരനായിരുന്നു എന്നത് വെളിപ്പെടുത്തുന്ന, ഏത് വിധത്തിലാണ് അദ്ദേഹം ജീവിതകാലം പ്രവർത്തനക്ഷമം ആയിക്കൊണ്ട് നിലകൊണ്ടത് എന്നതൊക്കെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് മറ്റൊരു ദിശയിലേക്ക് ഈ വിവരണം നീങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളുടെ പഠനം നിർവഹിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അവസരമുണ്ടാകുന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.